അപ്പോൾ ഇന്നലെ കിടന്നിട്ട് 3 മണിക്കൂർ, വെറും 3 മണിക്കൂർ ഉറക്കത്തിന് ശേഷം ഇപ്പോൾ ഇവിടെ എണീറ്റ് എങ്ങോട്ട് പോണേ? ഫുഡ് കഴിക്കണം. ഫസ്റ്റ് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് റൂം വെക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ചോർ ബസാറിൽ പോണതൊക്കെ പറയുന്നത് നോക്കണം. എങ്ങനെയുണ്ട് ഡൽഹി? ഹൗ വാസ് ഡൽഹി? അതൊക്കെ ചോദിച്ചേ എങ്ങനെയുണ്ടായിരുന്നു? പുറത്തിറങ്ങിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? റൂം കയറി ചെല്ലുമ്പോഴേ 2 സൂപ്പർ സ്റ്റാറുകൾ. ഓ ഏതാ സ്വിച്ച് ഉണ്ട്. ഒരു അലമാരി എന്നാണ് പേര്. അലമാരിയാണ് ഉദ്ദേശിച്ചത്. ഏകദേശമൊക്കെ അതുപോലെ വന്നിട്ടുണ്ട്. 2 ബെഡുണ്ട്. ഒരു സിംഗിൾ ബെഡും ഒരു ഡബിൾ ബെഡും. ഒരു ഡ്രോയറൊക്കെ തന്നിട്ടുണ്ട്. സിഗരറ്റ് വലിച്ചിടാനാണ് തോന്നുന്നു. പിന്നെ എന്തോ വെടിവെപ്പ് നടന്നു തോന്നുന്നുണ്ട്. തുളയൊക്കെ ഉണ്ട് ഇവിടെ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെടിവെച്ചതാ തോന്നുന്നു. 2 ഫാനുണ്ട്. വലിയ ഫാനാണ്, കറങ്ങുന്നൊക്കെ ഉണ്ട്. ഇവിടെ AC ഉണ്ട്. AC ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല. പിന്നെ ഒരു അടിപൊളി ബാത്റൂം വരുന്നുണ്ട് നമുക്ക്. ഷവറുണ്ട്, ക്ലോസറ്റ് ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ്. ഒരു മിററുണ്ട്. എല്ലാരും ഇപ്പൊ ഇവിടുന്ന് പാക്ക് ചെയ്ത് വെക്കേറ്റ് ചെയ്യാനുള്ള തിരക്കില്ല എല്ലാരും. ഫുഡ് കഴിക്കണം. അദ്ദേഹം ഫുഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഓടി ചെല്ലണം. വേറെ സംഭവമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദി അറിയുന്ന ആൾക്കാർ അറിയുമോ? അദ്ദേഹം ഹിന്ദിയിൽ 2 വാക്കുകൾ. ട്രെയിനൊക്കെ കോയമ്പത്തൂർ ട്രെയിൻ കയറി പോകാൻ ഡൽഹിയില് തെരുവുകളിൽ നടക്കുന്നു. മാറുന്ന തെരുവുകൾ. ആദ്യൻ്റെ കേട്ടോ. ഇത് ബോബോ ഒക്കെ ഉണ്ട്. പട്ടിയുണ്ട്. പട്ടി ഡൽഹി തെരുവുകളിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന കുഴപ്പമില്ല. നീ എന്തിനാടാ ആരാന്റെ വണ്ടി നോക്കുന്നത്? നമുക്ക് എടുക്കാനല്ലേ. ഫുഡ് കഴിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ അറിയില്ല. നമ്മൾ തീരെ വൃത്തിയില്ല. ഭയങ്കര പ്രശ്നമാണ്. കൺജസ്റ്റഡ് ആണ്. ആരൊക്കെയൊക്കെയോ വരുന്നുണ്ട്. നോക്കി വന്ന് വീട് എടുക്കണം. ദോശ ഉണ്ടാവില്ല, ഇഡ്ഡലി ഉണ്ടാക്കുന്ന ചേട്ടൻ. ഇത് ഭയങ്കര കണ്ടന്റാണ്. പക്ഷെ എല്ലാം അടി കിട്ടുന്ന കണ്ടന്റാണ്. ഒരു കുഞ്ഞു പട്ടിയാണ്. കുഞ്ഞു പട്ടി ഇടയിലെ പോസ്റ്റ് അങ്ങോട്ട് നോക്കൂ. അവനും ഒരു വ്ളോഗറായി കഴിഞ്ഞു. അവന്റെ ഭാവിയിലേക്ക് അവനും വ്ളോഗിൽ വന്നു. എന്താണ് ഫേമസ് ആയി. വൃത്തിയായിരുന്നു. അടിച്ചു ആയിരുന്നു. വൃത്തിയുള്ള സിറ്റിയാണ്. കൊറേ കടയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ തിന്നാൻ തോന്നുന്നു. റെയിൽവേ സ്റ്റേഷൻ തനിയത്തെ ലോകം നടന്നുകൊണ്ടിരിക്കും. 7 മണിന്റെ ഡൽഹിയിലെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഏതാണ് ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. എന്തൊക്കെയോ അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടുത്തെ അവസ്ഥ. ഡൽഹി തെരുവുകളെ കുറിച്ച് 2 അഭിപ്രായം പറയാം. എന്തൊക്കെയോ നല്ല ഒന്നുമില്ല. റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയത്. ഇപ്പൊ പെണ്ണ് വേണോന്ന് വരെ ചോദിച്ചു. ഇപ്പൊ ഒരു പുള്ളി കയ്യെ പിടിച്ച് പെണ്ണ് വേണോന്നൊക്കെ ചോദിച്ചു. ഇവിടെ ഡയറക്റ്റ് വന്നൊക്കെ ചോദിച്ചിട്ട് പോയി. അത് കണ്ടപ്പോഴത്തേക്കും അഭിഷേക് അത് ഇതങ്ങ് ഒരുങ്ങി. പിന്നെ ഞാൻ ഞെട്ടിപ്പോയി. പ്രതീക്ഷിച്ചു പോലില്ല. കണ്ട ഒരു മാന്യതായിരുന്നു. രാവിലെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ തന്നെ ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. സമയം 7 മണി 7:30 ഉണ്ടായിട്ടുള്ളൂ. തുടങ്ങി വെള്ളം മേടിച്ചു വന്നത്. വേറൊന്നും മേടിച്ചില്ല. അപ്പത്തേനും കിട്ടി. വേറെ ഫുഡ് നോക്കി ഇറങ്ങിയത്. പക്ഷെ ഫുഡൊന്നും കിട്ടിയില്ല. ക്ലോക്ക് റൂം തപ്പി നടക്കാറുണ്ട്. ക്ലോക്ക് റൂം തിരക്കാൻ
ഭയങ്കര തിരക്കാണ്. ക്ലോക്ക് റൂം അങ്ങനെ കണ്ടുപിടിച്ചു. ഹർസത് നിസാമുദ്ദീൻ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ. ചോദിച്ചു നോക്കാം, ക്ലോക്ക് റൂമിൽ ചോദിച്ചു നോക്കാം. ആകപ്പാടെ ഹിന്ദി അറിയാവുന്ന അദ്ദേഹത്തിനായതുകൊണ്ട് അവൻ തന്നെ എല്ലാവരും ആണോ? സമയം 7:43. നമ്മളെവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നുമില്ലാതെ നോക്കുകുത്തായിരിക്കുന്നു. ക്ലോക്ക് റൂമിന്റെ ഫ്രണ്ടിൽ കുത്തിയിരിക്കുന്നു. അദ്ദേഹം സംസാരിക്കാൻ പോയിട്ടുണ്ട്. അവിടെ സമയ റൂമിൽ ഇരിക്കുന്നു. 4 ബാഗുണ്ടോ? ആണ് ക്ലോക്ക് റൂം. നമ്മുടെ ബാഗ് ഇപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ ഇവിടെ കയറും. എത്രയാവോ? 24 മണിക്കൂറത്തേക്ക് ഒരു ബാഗിന് 60 രൂപ അല്ലേ? വലിയ ബാഗിന് 60 രൂപ, ചെറിയതിന് 30 രൂപ. ഇപ്പോൾ ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ച് ഫുഡ് കഴിക്കണം. ഇഡ്ഡലി സാമ്പാർ. ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെയുള്ള വെയിറ്റ് ലോഞ്ചിലേക്ക് ഉണ്ട്. കുഴപ്പമില്ല, ഗുഡ് പ്ലേസ്. ഇഡ്ഡലി സാമ്പാർ എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. പഠിക്കാം. എന്തോ സ്മെല്ലൊക്കെ ആയിരുന്നു. AC-ൻ്റെ ഒന്നും വലിയ വൃത്തിയൊന്നുമില്ല. ഇരുന്ന് കഴിച്ചു, വേറെ വഴിയില്ല. എന്താണ് TV, എന്താണ് അഭിപ്രായം ഇവിടുത്തെ? ഡൽഹി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നമ്മൾ ഇത് മാത്രമല്ലല്ലോ, ബാക്കി കൂടെ എക്സ്പീരിയൻസ് ചെയ്താലേ മൊത്തം അഭിപ്രായം പറയാൻ പറ്റൂ. ഇപ്പം എന്താ ഹുമയൂൺ സ്റ്റോപ്പ് അടിപൊളിയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. രാവിലെ എണീറ്റു, ഫുഡ് കഴിച്ചു. ഇപ്പം കൂടെ ഹുമയൂൺ സ്റ്റോപ്പിലേക്ക് ഇവിടുന്ന് 28 മിനിറ്റ് നടന്നു പോകാന്ന് വിചാരിച്ചു. ടാക്സിയൊക്കെ ബുക്ക് ചെയ്താൽ ഇവിടെയുള്ളവരൊക്കെ ഭയങ്കര ഇങ്ങോട്ട് വന്ന് വിളിച്ചോണ്ടേ ഇരിക്കും. നമുക്ക് കല്യാണമേ ഉള്ളൂ. ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, കൊള്ളാം, ക്ലീൻ. ഇവിടെ കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര ബാക്കി മിക്ക സ്ഥലത്തും വൃത്തിയേടാ, ഫുള്ള് വൃത്തിയേടായിട്ട് കിടക്കും. വൃത്തിയുടെ അങ്ങനെ അറ്റം മറ്റേ ഈ ടോയ്ലറ്റിന്റെ വെള്ളമൊക്കെ പുറത്തൂടെ. ഹുമയൂൺ സ്റ്റോമ്പിലേക്ക് പോകും. ടോംബിലേക്ക് പോകും. അവിടെ റിക്ഷ കയറി യാത്ര ചെയ്തോണ്ടിരിക്കുന്നു. 3 ആൾക്കും കൂടെ 100 രൂപ. ഇത് കുഴപ്പമില്ല, കൂടുതലാണ്. എന്തായാലും 2 കിലോമീറ്റർ കുറച്ച് കിട്ടിയാൽ കുഴപ്പമില്ല. ആക്സിഡന്റ് കണ്ടിരിക്കുന്നു. ഞാനവിടെ ഫുള്ള് ബ്ലോക്കാണ്, ഫോണടിയാണ്, ഫുള്ള് ബഹളാണ്. ഈ ബായിയാണ് നമ്മളെ ഹുമയൂൺ സ്റ്റോമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അതൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്, പാവാണ്. ഓട്ടോക്കാരനെ കുറിച്ചൊരു അഭിപ്രായം പറ്റി. ഓട്ടോക്കാരനെ കുറിച്ച് പാവം മനുഷ്യൻ. നമ്മളെ 1000 രൂപ കൂടുതൽ കൊടുത്തൊരു സന്തോഷമുള്ളൂ. ഇത് ഹുമയൂൺ സ്റ്റോമിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് കാണുന്നത്. അല്ലേ, നൈസ് സ്ഥലം, വൃത്തിയായിട്ടുണ്ട്. അതേ ടിക്കറ്റ് എടുക്കാൻ നമ്മളെ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി, ഹുമയൂൺ സ്റ്റോമിലെത്തി. രസമുണ്ടല്ലോ കാണാൻ. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. ഫുള്ള് പോകാം. മുടിയൊക്കെ ട്രെയിനിൽ വന്നിട്ട് ഒരുമായി. ഹുമയൂൺ സ്റ്റോമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാ. ഇത് ഹുമയൂൺ സ്റ്റോമിൻ്റെ ഉള്ളിലേക്കല്ല, പിന്നെ എന്തിൻ്റെ ഉള്ളിലേക്കാ? അവിടെ എന്തോ ഒരു ഇത് കോട്ട. ഇതാണോ ടോംബ്? അപ്പൊ കാണിച്ചു തരാം. ഇത് പറ്റുന്ന സമയം പോലെ വായിച്ചു കൊടുക്കുക. ഇതൊരു സംഭവം അറിയില്ല.
കിട്ടില്ലല്ലേ രസമുണ്ടല്ലേ രസമുണ്ട്. വെട്ടം കുറവാണ്. അപ്പൊ ഇതാണ് ഹുമയൂൺ സ്റ്റോപ്പ്. ഹുമയൂൺ സ്റ്റോപ്പിനെ കുറിച്ച് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടി. എന്താ സംഭവം? ലക്ഷറി ലൈഫ് അവരുടെ ഇത് കബറല്ലേ? ഇത് കവറാണ്. കബറടെ കേൾക്കുന്നുണ്ട്. 1 2 3 4 കാണാൻ നൈസായിട്ടുണ്ടല്ലേ. ആർക്കിടെക്ചർ മാർവലസ്. അതെ, വായിക്കാറില്ലാത്തോണ്ട് ഫെന്റാബുലസ് സംഭവം. ഫാബുലസ് എക്സ്ട്രാ ഫാബുലസ് സംഭവമാണ്. ആൽമരം കണ്ടോ അവിടെ? എന്താ കൊള്ളാം. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. കിണറല്ലേ ഇത്? ഒന്നും കാണുന്നില്ല. പക്ഷെ എന്തെന്താ സാധനം? വാട്ടർ ബോട്ടിൽ കൊണ്ട് വെള്ളം നിറയ്ക്കാൻ ആൾക്കാർ ഇറങ്ങലുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. എക്സ്പ്ലോറിങ് അലവടോട് അല്ലാന്നാണ് തോന്നുന്നു. ഹുമയൂൺ ടെമ്പിളിന്റെ പാർട്ടുകൾ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്നു. കേറണ്ട റെസ്ട്രിക്റ്റഡ് ആണ്. കേറണ്ട. സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല വെയിലും ഉണ്ട്. സൺസ്ക്രീനൊക്കെ തേച്ചിട്ട് ചത്തു. ഇവിടെ വരുന്നവരൊക്കെ സൺസ്ക്രീനും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ എടുത്തിട്ട് വരിക. നല്ലൊരു പരുവാവും. ഭയങ്കര വെയിലാണ്. ഇവിടെ ഒരു മണ്ടൻ അതൊന്നും ഇല്ലാണ്ട് വന്നിട്ടുണ്ട്. ബൈ. മരം വരെ കാണാൻ നൈസായിട്ടുണ്ടല്ലേ. മൊത്തം കൊള്ളായി. മുടിയൊന്നും റെഡിയാവുന്നില്ല. ഇവന്റെ മുടിയുണ്ട്. ഞാൻ തന്നെ എന്റെ മുടിയായി. നെക്സ്റ്റ് പാർട്ട് ഓഫ് ഹുമയൂൺ ടെമ്പിൾ. ദ റിയൽ ഹുമയൂൺ ടെമ്പിൾ. അത് പ്ലെയിനാന്നറിയോ നമ്മളൊരു 5-6 കണ്ടില്ലേ? ഫുള്ള് പ്ലെയിൻ. പെട്ടെന്ന് ബാഹുബലി ഇതിന് ബീജം പറ്റൂടാ ജീവി. ടെമ്പിളിന്റെ അടുത്തേക്ക് ഇപ്പോഴും അടുക്കുന്നുള്ളൂ. കുറെ നേരം അതിനോട് തെണ്ടി കിടക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് മുടിയും മുഖവും ഒക്കെ ആകെ മാറിപ്പോയി. ഒരു കോലായി ട്രെയിനിലിരുന്നിരുന്ന്. അവിടെ വന്നപ്പോ TB ആയിരുന്നു. ഇപ്പൊ ആരാന്നറിയില്ല. അദ്ദേഹം മാത്രം സുന്ദരനായിട്ടുണ്ട്. സുന്ദരനായി ഇപ്പൊ. സുന്ദര മന്ദം നടന്നു വരുന്ന TV മധ്യയിൽ ഇതല്ലേ കോസ്റ്റ്യൂം കാണിച്ചുതരാം. നടന്നോ. ഇത് TVന്റെ കോസ്റ്റ്യൂം. TV ഇവിടെ നോക്കടാ. അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം ആയെങ്കിലും കോമഡി. ഇതിന് നീ ആരാ? ബംഗാളിയാണോ? എവിടുന്നാ?
എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? കൊള്ളാം. നിന്റെ അഭിപ്രായം പറഞ്ഞു. വലിയ തവണയിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മുടെ പ്രതീക്ഷേനെക്കാളും അടിപൊളി സ്ഥലം. നൈസ് സ്ഥലം, പീസ്ഫുൾ സ്ഥലം, സമാധാനമുണ്ട്. ചൂടില്ല. മരം, വലിയ മരം ഉണ്ട്, വലിയ മരം ഉണ്ട്. മരമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാവുന്നു. അദ്ദേഹത്തിന്റെ കമ്പനിയാണ് കേട്ടെ. അദ്ദേഹത്തിന്റെ കമ്പനിയെ കുറിച്ച് 2 വാക്കുകൾ പറയണം. കമ്പനി തുടങ്ങിയിട്ടില്ല, കമ്പനി തുടങ്ങാൻ പറയാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹുമയൂൺസ് ടെമ്പിളാണ്. ഹുമയൂൺസ് ടെമ്പിൾ. പനമരം. പനമരം എന്താ മരം? പനമരം. പനമരം. ഓക്കെ, ആണോ അല്ലാന്നൊക്കെ കാണുന്നത് അറിയാതെ. ഫോറിനേഴ്സ് ഇവിടെ കൂടുതൽ അല്ലേ? ഫോറിനേഴ്സ് അല്ലേ ഇവിടെ കൂടുതൽ വരുന്നത്? കാണാം. അതേപോലെ ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്താണ് ഇല്ലുമിനാറ്റി. ഇല്ലുമിനാറ്റിന് സിമ്പിൾ ആയിരുന്നത്. ഹുമയൂൺസ് ടെമ്പിളിന്റെ മുകൾ വശങ്ങളാണ് നമ്മൾ കാണുന്നത്. TV ഇതിന്റെ എല്ലാം മൂട്ടിൽ കയറി ഫോട്ടോ എടുക്കും. നീ വല്ലേലും അങ്ങനെയാണ്, പണ്ടത്തെ ഫോട്ടോഗ്രാഫർ അല്ലേ? ഒന്നുകൂടെ പറ. ചോട്ടീന്നാ നീ ഫോട്ടോഗ്രാഫി തുടങ്ങുന്നതാണ്? ഇത് വ്ളോഗാ. ആയിക്കോട്ടെ. ഇതെന്താണ് ഇവിടെ കാക്കയോ പരുന്തോ എന്തൊക്കെയോ പറക്കുന്നുണ്ട്. ടെമ്പിളിന്റെ വിഭാഗം. അതാണ് പ്രാവിനിരിക്കാൻ വേണ്ടി പുള്ളി പ്രത്യേകം ഉണ്ടാക്കുന്നത്. എന്താ ഒരാൾക്ക് ഇവിടെ കിടക്കാനാണ് ഇത്ര വലിയ സ്ഥലം. പുള്ളി അത് തുടച്ചുകൊണ്ടിരിക്കുന്ന പറ്റുന്നവരൊക്കെ ഇങ്ങോട്ട് വരിക കാണുക. ഇവിടെ കുറെ പേര് പീസ് പിടിക്കാൻ കുറേ പേര് പോട്ടെ. നൈസ്. എന്താ അവരവരുടെ ജീവിതം ആസ്വദിക്കുന്നു. അത് പറയാൻ സമാധാനം നൈസ് സ്ഥലം, എനിക്കിഷ്ടപ്പെട്ടു. അവർക്ക് ഇവിടെ സമാധാനമുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങാൻ തുടങ്ങുവാണ്. കുഴപ്പമില്ല. ഇനി അടുത്തത് ഇന്ത്യ ഗേറ്റിലേക്കാണെന്നാണ് പറഞ്ഞത്. അവന്മാരാണ് എന്നോട് പറഞ്ഞത്. TV അദ്ദേഹം ഉടനെ നൈസ് സ്ഥലമാണ്, പീസ്ഫുള്ളാണ്. ഗെറ്റിംഗ് ഇൻ ടു സരോജിനി മാർക്കറ്റ്. നമ്മുടെ പേര് ഉദ്ദേശം ഇത് തന്നെയായിരുന്നു അല്ലേ? ഇതാണ് സരോജിനി മാർക്കറ്റ്. ഇതൊക്കെ ഏകദേശം കഴിഞ്ഞു. എനിക്കറിയോ പുള്ളി പുറകെ കൂടി കുറേ പേരായി. എത്ര അടുത്തത്? എത്ര? अरे ब्रो यार, मैं बिगिनिंग कर रहा है. आपको कितना प्राइस बोला आपको? तो फिर डिस्काउंट किया 600 നമ്മുടെ 80 ആയിട്ട്. അടിപൊളി സ്ഥലമാണ്. സാധനം മേടിച്ച് ബാർഗൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ സെറ്റ് സ്ഥലമാണ്. ബാർഗൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ സെറ്റ് സ്ഥലമാണ്. സെറ്റ് സ്ഥലം. 1600 രൂപേൻ്റെ ബെൽറ്റ് 600 രൂപ പറഞ്ഞു. പിന്നെ 100 രൂപയ്ക്ക് മേടിച്ചു. 2 മേടിച്ചു 100 രൂപയ്ക്ക്. ഭയങ്കര ലാഭമാണ് ഇവിടെ വന്നു. 100 രൂപ ഉണ്ടാവില്ല, ചിലപ്പോൾ 80 രൂപയ്ക്ക് ബെൽറ്റ് ഉണ്ടാവുള്ളൂ. 50 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ. ഷർട്ട് നോക്കണം, പാൻറ് നോക്കണം. 200 में 2 मिलेगा क्या? 2 नहीं मिलेगा यार. चल तेरे अंदर 300 के लिए 2 कर दिया. कौन सा लेगा? ब्लैक लेगा, ब्लैक लेगा, ये लेगा, ये लेगा. 250 में 2 मिलेगा. 250 में 2 मिलेगा. 300 लास्ट में 250. 280 कर देना. 250 भाई, 250. ओके, वीडियो बना रहा है. हाँ ठीक है. नहीं वो ब्लॉगर है. ओके, 250 भाई. ऑनलाइन करेगा कैश करेगा? कैश करेगा. लो कैश लो. 10 रुपए दे देना मेरे को. 260 10 रुपए. भाई 10 रुपये के 10 रुपए वही बच रहा है फिर.
ओके बैग में इसको डाल लो 250 രൂപ എനിക്ക് ഓർമ്മ മതി എനിക്കാണ് ഓർമ്മ ആ റോസ് ഇല്ലേ പിങ്ക് നിനക്ക് നീ ഫ്ലേവർ നോക്ക് ये फ्लावर എത്ര സിർഫ് പക്കടോ एक मिनट മാർഗനി കട്ടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക മാർഗനി നോക്കട്ടെ वही दोनों एक और दिखा दो लड़कियों के लिए इधर आओ ठीक है चाहिए आजा അരേ അദ്ദേഹം വാടാ മണ്ടോട് വരാൻ പറഞ്ഞു സംഭവം നൈസാണ് പക്ഷെ ഇവന്മാർ കൈ പിടിപ്പിക്കാൻ പിടിപ്പിച്ചാൽ പഠിക്കാം പക്ഷെ നമ്മളതിനൊന്നും നിൽക്കുന്നില്ല പിടിപ്പിക്കാൻ നോക്കുമല്ലേ അദ്ദേഹമാണ് എൻ്റെ അത് വീഴാൻ കുട്ടികളായ കെട്ടിടങ്ങളുടെ ഇടയിലൂടെ ഞങ്ങൾ 50 രൂപയ്ക്ക് 3 സോക്സ് സോക്സ് ബെൽറ്റ് പിന്നെന്താ പറഞ്ഞത് സെന്റ് സംഭവം വലിയ വലിയ ബിൽഡിംഗ് ഒക്കെയാണ് ഇതിന് തൊട്ടടുത്ത് അതായത് അവിടെയാണ് സരോജിനി മാർക്കറ്റ് ചോർഗ സാറ് പോർന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇന്ത്യ ഗേറ്റിലേക്കല്ല നമ്മൾ എത്ര 6 പേര് 8 പേരില്ല ഇനി ഇങ്ങോട്ട് നോക്കടാ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനോ ഫുഡ് കഴിച്ചിട്ട് ഇന്ത്യ ഗേറ്റ് നമ്മൾ എവിടെയായിരുന്നു കേരള ഹൗസ് ഇന്ത്യ ഗേറ്റ് വന്നു അവിടുന്ന് ബായി നല്ലൊരാളായതുകൊണ്ട് നമ്മളെ കേരള ഹൗസിൽ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് കൊണ്ടുപോയി ഏത് ഓട്ടോ ഓടിക്കുന്ന ബൈ ഊബറിൻ്റെ ബൈ എന്നിട്ടിപ്പോൾ കേരള ഹൗസിൽ വന്നപ്പോൾ കേരള ഹൗസ് 12:30 തുറക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ വേറൊന്ന് പുറത്തേക്ക് സിനിമ നടക്കാൻ ഇറങ്ങിയിരിക്കുന്നു റെഡ് ബുൾ മേടിച്ച് കുടിക്കാൻ വിചാരിച്ചു ക്ഷീണം മാറാൻ ഉറക്കം പറ്റുന്നില്ല നോക്കൂ ബാർബർ പക്ഷെ ബാർബർ കണ്ടു ഇവിടെ നിൽക്കുന്ന നമ്മളവിടെയൊക്കെ എത്ര വേണം എത്രയാണ് അറിയില്ല 200-300 രൂപ ഇല്ലാണ്ട് എന്ത് റോസേല് ഹെൽത്തി കൂട്ടനാണ് നോ കാലറീസ് ഇത് പൈസ കൊടുക്കാൻ തുടങ്ങി പ്രൊമോഷനാണ് പ്രൊമോഷൻ കോക്കിന് പ്രൊമോഷൻ ഞാൻ കൊടുക്കും ഞാനാണ് വലിയ പ്രൊമോഷൻ കൊടുക്കുന്നത് ഇതിനും വലിയ പ്രൊമോഷൻ വേറെ തരാനില്ല തെറിച്ച് നിൽക്കൂ മതി ഇതെടുക്കുക എന്നല്ലേ പോലെ അപ്പം കേരള ഹൗസിൽ കയറി ഫുഡ് കഴിച്ച് 3-4 ദിവസത്തിന് ശേഷം ബിരിയാണി അത് 4 ദിവസത്തിന് ബിരിയാണി അല്ല നല്ലൊരു ഫുഡ് ബിരിയാണി കഴിച്ചു ബിരിയാണി നല്ലല്ലായിരുന്നു ബിരിയാണി നല്ലായിരുന്നു നല്ലൊരു ഫുഡ് 4 ദിവസത്തിന് ബിരിയാണി എന്നല്ല നല്ലൊരു ഫുഡ് 4 ദിവസത്തിന് ശേഷം ബിരിയാണി കഴിച്ചു പിന്നെ പായസം കുടിച്ചു ഞാനും അതും പായസം കുടിച്ചു വലിയ കുഴപ്പമില്ല 150 രൂപ ബിരിയാണിക്കും 20 രൂപ വലിയ കുഴപ്പമില്ല നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ സെറ്റ് ചെയ്തു പോയി കേരളത്തിലെത്തി ഫീൽ ചെയ്തു മൊത്തം മലയാളികൾ ഒരു സമാധാനം ഒരു സന്തോഷം സരോജിനി മാർക്കറ്റിൽ പോയ ക്ഷീണം മാറി കിട്ടി ശരിയും മാറി ഇന്ത്യ ഗേറ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ലോട്ടസ് ടെമ്പിൾ ലോട്ടസ് ടെമ്പിൾ ലോട്ടസ് കാണാൻ പോകും ലോട്ടസ് കാണാൻ പോകും ഇവിടുന്ന് സബ്വേ കയറിയാലേ അങ്ങോട്ട് എത്തുള്ളൂ സബ്വേ ഇതാണ് ഇന്ത്യ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ഇത് ഇന്ത്യ ഗേറ്റ് തന്നെയാണോ ഏതൊക്കെയോ ഗേറ്റ് ആണ് എനിക്ക് അറിയാൻ പാടില്ല കർത്തവ്യ പാത്ത് അത് അങ്ങോട്ട് അതാണ് കർത്തവ്യ പാത്ത് അത് കർത്തവ്യ പാത്ത് അതാണ് ഇന്ത്യ ഗേറ്റ് ഇവിടുന്ന് കുറേ സംഭവം കാണാല്ലേ കുറേ സംഭവം റാലിയൊക്കെ കിടക്കണ ഇങ്ങനെയല്ലേ ഇവിടെ കൂടെ സബ്വേ ഉണ്ട് സബ്വേ കയറണം ഇത് ഇന്ത്യ ഗേറ്റിലേക്കുള്ള സബ്വേ ചേട്ടൻ ഡാൻസ് കളിച്ചോളാം ഒരു പുള്ളി 360 പിടിച്ചു പോകുന്നുണ്ട് 360 എന്താ ഒന്നൂടെ പറ ഹാൻഡിക്യാപ്പിനെ കളിയാക്കാൻ പാടില്ല ഞാൻ കളിയാക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാന്ന് ടി വി കണ്ണാടിയൊക്കെ വെച്ച് ഷാറൂഖ് ഖാൻ ഷാരൂഖ് ഖാൻ ആയിരുന്നു കുറെ നാൾ വരെ ഷാറൂഖ് ഞാൻ ഖാൻ ആൾക്കാരായിട്ട് ഇന്ത്യ ഗേറ്റ് അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റ് എത്തിയിരിക്കുന്നു കൈ ഇന്ത്യ ഗേറ്റ് എത്തിയിരിക്കുന്നു ഇന്ത്യയിലെ പോലീസ് നമുക്ക് ഇവിടെ മറ്റേ ട്രൈപ്പോഡ് വെച്ചൊരു ഫോട്ടോ എന്തൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് വായിക്കാൻ പറ്റുന്നത് വായിച്ചു വയ്ക്കുന്നു എന്താ സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കാം
ഇങ്ങോട്ട് വരുന്ന നൈറ്റൊക്കെ വരുന്നതായിരിക്കും ബെറ്റർ. അവിടെ ഇരിപ്പുണ്ട്. ഇത് ഇന്ത്യ ഗേറ്റിന്റെ വേറൊരു പ്രസക്തി. എന്ത് ഇന്ത്യയിലോ ഡൽഹി ബ്യൂട്ടിഫുൾ ആണ്. ഡൽഹി ബ്യൂട്ടിഫുൾ ആണ്, ബട്ട് ചില റൂറൽ ഏരിയാസ് പോക്കാണ്. ഒന്ന് പോയി ഇതിൻ്റെ അകത്തൊക്കെ മറ്റേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ത്യഗേറ്റിനോട് ബൈ. പിന്നെ ചിലപ്പോ വൈകുന്നേരം വരൂലേ? ചിലപ്പോ നല്ല രസം തോന്നുന്നുണ്ട് നമുക്ക്. ചിലപ്പോ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രെയിൻ കിട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് അശോക് അത് പറ്റുവാണെങ്കിൽ കാണണം. ഇത് നൈസ് സ്ഥലമാണ്. ഇപ്പം ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ലോട്ടസ് ടെമ്പിളിലേക്ക്. ഊബർ വിളിച്ച് ലോട്ടസ് ടെമ്പിളിലെത്തി. ഇപ്പൊ ലോട്ടസ് ടെമ്പിളിലാണ്. ഇഷ്ടംപോലെ സോളാണ്. ഇവിടെ ഒന്നും ടിക്കറ്റ് ഇല്ല, അതാണ് മെയിൻ കാര്യം. വലിയ കാര്യം. ഇവിടെ ആരാ പറഞ്ഞു വികസനം ഇല്ല? വികസനം ഇല്ലെന്ന് ആരും പറഞ്ഞു അല്ലേ? വികസനം അല്ലടാ പൊട്ട, ടിക്കറ്റ് ഇല്ല. ആയിക്കോട്ടെ. ടിക്കറ്റ് ഇല്ലാണ്ടതൊക്കെ എങ്ങനെ മുതലാവുന്നു? നല്ല രസമില്ല. പക്ഷേ സീൻസ് അല്ല, എല്ലാം ഭയങ്കര വിശ്വാസം. പക്ഷേ ഇന്ത്യ ഗേറ്റിന് അത്ര ഇതില്ലല്ലോ. വെയിൽ കൂടെയാണ് ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ് ടെമ്പിൾ ഇത് ഈ മാപ്പിൽ, ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് ലോട്ടസ് പോലെ കയറുന്നവർക്ക് ചെരുപ്പൂരി കയറണം. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ISBT കാശ്മീരി ഗേറ്റിലെങ്ങനെയോ തള്ളി എത്തി. പക്ഷെ ഇത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് എയർപോർട്ട് പോലെ ഉണ്ട് കാണാൻ. എയർപോർട്ട് പോലെയല്ല, ഇത് എയർപോർട്ട് തന്നെ. നിറച്ച ആൾക്കാർ, വണ്ടി എവിടെ വരുന്നതെന്ന് പോലും പിടുത്തമില്ല. ഇത് തപ്പി കണ്ടുപിടിക്കണം. ശരിക്കും എയർപോർട്ട് പോലെ ഉണ്ട്. ഇതൊന്നും അല്ല, ഇതേപോലെ ഒരു പാട്ട് അപ്പുറത്തും ഉണ്ട്, ഇതിന്റെ താഴേക്കും ഉണ്ട്. ഇതൊക്കെ എന്താണോ ഈ തെരുവുകളിലൂടെ തെണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സത്യം ഇവനൊരു ഒരു കെറ്റിലെടുത്തിട്ട് വന്നിട്ട്, കെറ്റില് അത് യൂണിവേഴ്സൽ പ്ലഗ് ആയിനി. അത് എവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ അത് തപ്പി നടക്കുകയാണ്. എവിടെയില്ല, ഒരു സ്ഥലത്തും ഇല്ല. ഇവിടെ ജീവിക്കുന്ന സമയം. ഇത് എന്ത് സ്ഥലം? ഇത് നിയമണ്ട പട്ടി. ഇവിടെ നിന്ന് ബസ് തൊട്ടടുത്തുണ്ടെന്നൊക്കെ പറയുന്നത്. കിട്ടിയാ കിട്ടി. നടന്ന് ഡൽഹിയിലെ ഏതോ ഒരു പഴയ സ്ട്രീറ്റിലെത്തി. വണ്ടിയില് ഏതോ ഒരു സ്ട്രീറ്റ്. ഇനി എത്ര മീറ്റർ ഉണ്ട്? ഇനി ഒരു 70 മീറ്റർ കൂടെ പോയി കിട്ടും. പറഞ്ഞ 1/2 കിലോമീറ്റർ നടന്നു. എവിടുന്ന്? ബസ് സ്റ്റാൻഡിൽ നിന്ന്. ഷൂക്കടൊക്കെ നൈസ്. അതിനൊന്നും കുറവില്ല, അതിനൊന്നൊരു കുറവില്ല. ഇലക്ട്രിക് ഷോപ്പില്ല. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഡെൻസിറ്റി നോക്കണേ. കൊണ്ടുവന്ന് ഏതോ ഒരു സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഈ സ്ഥലം ഇവിടെയില്ല. റെയിൽവേ സ്റ്റേഷനാന്നൊക്കെയാ പറയുന്നത്. ഒരു ടൗണിൽ എത്ര വലിപ്പമുണ്ട്. പക്ഷെ ഒരു എയർപോർട്ടൊക്കെ പോലെയാണ് ഫീൽ. എത്ര വർഷം? 1950 മുതലുള്ള ബസ് സ്റ്റോപ്പാണിത്. 1950 മുതൽ. അത്രയും വർഷങ്ങൾ പഴക്കമുള്ള. ആദ്യം ഇത് ഇവിടുത്തെ സർക്കാരിന്റെ ബസ് സ്റ്റാൻഡായിരുന്നു. പിന്നെ വോൾവോ ഒക്കെ ഇങ്ങനെ ഇതിലൂടെ അങ്ങനെ തന്നെ. വോൾവോ ഒക്കെ വന്നു. പിന്നെ അത് പ്രൈവറ്റ് സ്റ്റാൻഡും ആയി. ഇപ്പൊ അത് എയർപോർട്ട് പോലെ ആയി. വലിയൊരു ടൗണിന്റെ വലിപ്പമുണ്ട്. കടയൊന്നുമില്ല, പക്ഷെ ഫുള്ള് നിറച്ച സാധനങ്ങളൊക്കെ ആയിട്ട് വലിയ സ്ഥലമാണ്. ഈ കാണുന്ന ഹോട്ടലിൽ പറ്റുവാടി ഒരു മനുഷ്യൻ കയറരുത്. കാരണം എന്താ? 250 രൂപ. 3 റൊട്ടിക്ക് 405 രൂപയാണ് നമ്മളിന്ന് യാത്ര ചെയ്തത്. 3 ഉണക്ക റൊട്ടിക്ക് ഇത്ര വിലയോ? രണ്ട് തക്കാളി മുറിച്ചത്. 2 തക്കാളി കുറച്ചതിന് 50 രൂപ. ഒന്നുമില്ല.
ഇപ്പം ഏത് ബസ്സിലാ? ഏതോ ഒരു ബസ്സിൽ കയറി മണാലിക്കുള്ള GTS ട്രാവൽ മണാലിക്ക് പോകാൻ വേണ്ടി ഇരിക്കുക. ഇത് ബാക്കിയുള്ള കാഴ്ചകൾ മണാലി ചെന്നിട്ട് കാണാം. ഗുഡ് നൈറ്റ്.